സർവശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്താണ് സുവിശേഷം? നല്ല വിശേഷം. ദാവീദിൻ്റെ സന്തതിയായ യേശുക്രിസ്തുവാണ് സുവിശേഷം. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നതാണ് അതിൻ്റെ മാർഗം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ, എന്നാൽ യോഹന്നാൻ തടവിൽ ആയ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ദൈവരാജ്യത്തെ സ്വർഗരാജ്യമെന്നും പറയാറുണ്ട്. രണ്ടും ഒന്നല്ല, രണ്ടാണ്. സ്നാപക യോഹന്നാന്റെ മാനസാന്തര സന്ദേശം കഴിഞ്ഞ് യേശു വെള്ളത്തിൽ മുങ്ങി സ്നാനം സ്വീകരിച്ച് പിശാചിന്റെ പരീക്ഷയും കഴിഞ്ഞ് യേശു ശുശ്രൂഷ ആരംഭിക്കുന്നു. പിന്നാലെ ന്യായപ്രമാണവും കടന്നു പോകുന്നു. മനുഷ്യ ഹൃദയങ്ങളിലും സമൂഹത്തിലും ദൈവത്തിൻ്റെ ഭരണം വരണം. പലരും ഇത് ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും മാത്രമേ സ്വർഗരാജ്യത്തിൽ സ്ഥാനം ഉള്ളൂ. ആ രാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള വ്യവസ്ഥ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നതാണ്. ഇതാ യേശു ഒറ്റയ്ക്ക് സുവിശേഷം പ്രസംഗിക്കുന്നു. കൂടെ ആരും ഇല്ല, ഒറ്റയ്ക്ക് ഉള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളിൽ, അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ് ഒറ്റയ്ക്കായിരുന്ന യേശുവിൻ്റെ കൂടെ 2 മീൻപിടുത്തക്കാർ വന്നു. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് കൽപ്പിച്ച കർത്താവായ യേശു നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. പിന്നെ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും കൂടി ശബത്ത് ദിവസം കഫർനഹൂമിലെ പള്ളിയിൽ പോയി അധികാരത്തോടെ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. സുവിശേഷം കേട്ട് അശുദ്ധാത്മാവായ പിശാച് നിലവിളിച്ചു, നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും എന്ത്? പിശാചും സാത്താനും നിറയെ ആ മനുഷ്യനെ ബാധിച്ചിരുന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ വന്നുവോ? യേശു പള്ളിയിൽ പോയത് എന്തിനാണെന്ന് ചോദിക്കുന്നവരെ, ഇപ്പോൾ മനസ്സിലായല്ലോ. യേശു പള്ളിയിൽ പ്രസംഗിച്ചാലും വഴിയിൽ പ്രസംഗിച്ചാലും ബാധകൾ ഒഴിയും, ബന്ധന കെട്ടുകൾ പൊട്ടും. സാത്താന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ, എതിർ പ്രാർത്ഥനക്കാരനെ വീഴ്ത്താൻ 7 ദിവസം ഉപവസിച്ചാൽ 14 ദിവസം ദൈവം വീഴ്ത്തും. ഞങ്ങൾ സത്യസുവിശേഷം അധികാരത്തോടെ പ്രസംഗിച്ചാൽ 14 ദിവസമല്ല
140 ദിവസം എതിർ പ്രാർത്ഥനക്കാരനെ ദൈവം അടിച്ചിടും. ഇതാ എതിർ പ്രാർത്ഥനക്കാരൻ, സാത്താന്റെ പള്ളിക്കാരൻ വീഴാൻ പോകുന്നു. എതിർ പ്രാർത്ഥനക്കാരനായ സാത്താന്റെ പള്ളിക്കാരൻ ഇതാ വീഴാൻ പോകുന്നു. അവനെ ദൈവം വീഴ്ത്തും. നിത്യ സത്യ സുവിശേഷം പ്രസംഗിക്കുന്നവരെ പിശാച് ഒന്നും ചെയ്യത്തില്ല. പിശാചിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചാൽ ദൈവകോപം നിന്റെ മേൽ വന്നുകൊണ്ടിരിക്കും. ഗലാത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ഇവിടെ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചുവെങ്കിലും വഴങ്ങിക്കൊടുക്കാതെ സത്യ സുവിശേഷത്തിൽ നിലനിർത്തുവാൻ അപ്പോസ്തലനായ പൗലോസിന് കഴിഞ്ഞു. കൊലോസ്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിപ്പിച്ചും വരുന്നു. തർസോസുകാരനായ ശൗൽ എന്ന അപ്പോസ്തലനായ പൗലോസ് സ്വന്തം ഇഷ്ടത്താലല്ല, ദൈവ ഇഷ്ടത്താലാണ് അപ്പോസ്തലനായി തീർന്നത്. ചിലർ അപ്പോസ്തലന്മാരായിരിക്കുന്നത് ദൈവ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിലാണെങ്കിൽ ഏതു വിധേനയും സുവിശേഷം അറിയിക്കും. ദൈവത്തിന്റെ ഇഷ്ടത്താൽ ധാരാളം സഭക്കാർ ഇന്നും ലോകത്തിലും ഇന്ത്യയിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിയാവുന്ന IPC കൊല്ലം സഭയിലെ ചില ദാസന്മാർ വടക്കേ ഇന്ത്യയുടെ ഭാഗത്ത് മിഷനറി പ്രവർത്തനവുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എൻ്റെ തൊട്ട് അടുത്തറിയാവുന്ന IPCയിലെ ഒരു പാസ്റ്റർ ഒറ്റയ്ക്ക് സുവിശേഷവുമായി ബൈക്കിൽ വടക്കേ ഇന്ത്യയിൽ പോയി മടങ്ങി വന്നു. സ്തോത്രം. IPC, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, TPM, മറ്റു സ്വതന്ത്ര സഭകളെല്ലാം ഈ അന്ത്യകാലത്ത് സുവിശേഷവുമായി മിഷനറി പ്രവർത്തനവുമായി മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ വളർച്ച ഇന്ത്യൻ മെസ്സഞ്ചറിലൂടെ PG വർഗീസ് അങ്കിളിൻ്റെ സുവിശേഷ മിഷനറിയും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി നടത്തി വരുന്നു. ഇതാണ് സത്യത്തിൻ്റെ സുവിശേഷം. ഏതെങ്കിലും അറിയപ്പെടുന്ന ബെന്തക്കോസ്ത് സഭയുടെ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചുവെന്ന് സർട്ടിഫിക്കറ്റും വാങ്ങി ഓർഡിനേഷൻ നടത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങി സഭകൾ നടത്തി വരുന്ന ന്യൂ ജനറേഷൻ കൂട്ടായ്മകളെ ഇവരാരും മിഷനറി പ്രവർത്തനങ്ങൾ നടത്താറില്ല. ഹല്ലേലൂയ. സൺഡേ ക്ലാസ് മാത്രം അവർ നടത്തും. മാത്രമല്ല ചില ഹാളിലും മൈതാനങ്ങളിലും സുവിശേഷ പ്രസംഗം നടത്താറുണ്ട്, കൺവെൻഷനുകൾ നടത്താറുണ്ട്. എന്തിനു വേണ്ടി? പണത്തിന് വേണ്ടി. കുറേ പണം ജനങ്ങളിൽ നിന്നും ലഭിക്കും. ഞാനും എൻ്റെ കൂടെയുള്ളവരും അറിയപ്പെടുന്ന ബൈബിൾ കോളേജിൽ പഠിച്ച് സർട്ടിഫിക്കറ്റും വാങ്ങി ഓർഡിനേഷൻ ലഭിച്ചതുമാണ്. ഞങ്ങൾ
റെവറൻ്റ് എന്നോ പാസ്റ്റർ എന്നോ ബ്രദർ എന്നോ പ്രവാചകൻ എന്നോ ഏതൊന്നും വയ്ക്കാറില്ല. ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകർ എന്ന് മാത്രമേ അറിയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കഴിയുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു, പേരെടുക്കാനല്ല. ഞങ്ങൾ ചെയ്യുന്നത് ദൈവമെല്ലാം അറിഞ്ഞുകൊള്ളും. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ വിശുദ്ധന്മാർ എല്ലാവരും വിശേഷാൽ കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധന്മാർ അവർ ഇന്നും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സുവിശേഷം അറിയിക്കുമ്പോൾ കൈസറുടെ അരമനയിലുള്ള കുറേ പേർ കേരളത്തിലുണ്ട്. സത്യസുവിശേഷമല്ല, മായ രീതിയിലുള്ള അത്ഭുതങ്ങൾ കാട്ടി വെറും സുവിശേഷം പറഞ്ഞ് ന്യൂ ജനറേഷൻ സുവിശേഷം ആക്കി മാറ്റി അരമനയ്ക്കകത്ത് ഇരുന്ന് ധ്യാന കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് അതിൻ്റെ തട്ടിപ്പു സുവിശേഷമായി വാഴുന്നു. വിശുദ്ധന്മാർക്ക് നിലനിൽപ്പില്ല. ഹല്ലേലൂയ. സത്യസുവിശേഷത്തിനും മിഷനറി പ്രവർത്തനങ്ങൾക്കും ഇവർ തടസ്സം നിൽക്കുന്നു. ഹല്ലേലൂയ. വേറെ ആരുമല്ല, ഇത്തരക്കാരാണ് സുവിശേഷ പ്രവർത്തനങ്ങൾക്കും മിഷനറി പ്രവർത്തനങ്ങൾക്കും തടസ്സം നിൽക്കുന്നത്. 15 വർഷങ്ങൾക്ക് ശേഷം ഉടലെടുത്ത ന്യൂ ജനറേഷൻ തട്ടിപ്പുകാർ കണ്ണൂർ പുളിങ്ങോം വാഴക്കുണ്ടം മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം മേനംകുളം വരെയുള്ള ധ്യാന കേന്ദ്രങ്ങൾ ന്യൂ ജനറേഷൻ എന്ന പേരിലുള്ള തട്ടിപ്പു സംഘങ്ങൾ തന്നെയാണ്. ഇവർ കൈസറുടെ അരമനക്കാരാണ്. ഈ ദൈവ ഉദ്ദേശം പൂർണ്ണമാകുമ്പോൾ മശിഹ വരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ